ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പുതിയ മെഷീൻ മേടിച്ചു കേട്ടോ. ജാക്ക് F5 ആണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. കാരണം ഞാൻ അന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ സ്പേസ് ഒന്നും ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ സെൽഫായിട്ടാണ് ഫിറ്റ് ചെയ്തത്. അങ്ങനത്തെ സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ, സെൽഫായിട്ട് ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കാണാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മളുടെ ആ ഒരു ത്രെഡ് വെക്കണ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ താഴത്തെ ആ ബുഷും അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, അത് നമ്മളൊന്ന് ഊരിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഹോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ബുഷ് എങ്ങനെയാണോ നമുക്ക് കിട്ടിയത് ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ബുഷ് ഫസ്റ്റ് ഇടുക, പിന്നെ ആ 2 സ്ക്രൂ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ത്രെഡ് സ്റ്റാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മെഷീൻ ഓയിലാണ് ഒഴിക്കണത്. അപ്പോൾ ഒരു 400 ml ഇതിനൊപ്പം തന്നെ നമ്മുടെ മെഷീൻ മേടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഓയിലും കൂടിയും കിട്ടും കേട്ടോ. ഇൻഡസ്ട്രിയൽ ഓയിലാണ്, അതൊരു 400 ml ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷീൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹൈയും ലോയെന്നും പറഞ്ഞിട്ട് ഒരു ലെവലുണ്ട്. അപ്പോൾ ഈ ഒരു 400 ml ഫുൾ ഒഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ഹൈ ലെവലായിരിക്കും കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ നമ്മൾ മെഷീൻ്റെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ആ ഒരു ഓയിലൊക്കെ കേടായി കഴിയുമ്പോൾ ഒരു 10 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നന്നായി അടിക്കണവരാണെങ്കിൽ ആ ഒരു ഓയിൽ കറക്കും. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഒരു ബ്ലാക്ക് നോബ് ഉണ്ടല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഫുള്ള് ഓയിൽ ഞാൻ ഫുൾ 400 ml നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഹെഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മെഷീൻ്റെ ബേസിന് അത്ര വെയിറ്റ് ഒന്നും വരുന്നില്ല, പക്ഷേ ഹെഡിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ടാണ് വെക്കണമെങ്കിൽ ആ ഒരു ബേസ് എടുക്കുന്ന ടൈമിൽ, ഹെഡ് എടുക്കുന്ന ടൈമിൽ ഒന്ന് കെയർ ചെയ്തോളൂ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡ് നമുക്കൊരു ഹെഡ് കൃത്യമായിട്ട് ഇരുന്നിട്ട് അതിനൊരു സപ്പോർട്ടിങ് ബുഷ് ഉണ്ട്. ആ 2 ബുഷാണ് കേട്ടോ നമ്മൾ കാണിച്ചത്. അപ്പോൾ അത് ആദ്യമേ തന്നെ വെക്കേണ്ട. ഹെഡ് ഒന്ന് ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ 2 ഹോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 ഹോളിൽ കൃത്യമായിട്ട് തന്നെ ഈ ബുഷ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ ഫിറ്റിങ്സ് ആയിട്ടോ. ഇനി നമുക്കൊരു ചെറിയൊരു വയർ കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മുടെ മെഷീൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ടാണ് കേട്ടോ വരുന്നത്. ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു നോബുണ്ട്. ആ നോബ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൃത്യത്തിൽ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും താഴത്തോട്ടാണ് വരുന്നത്. അത് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫിറ്റായി വരുന്നതാണ് കേട്ടോ. അതിനുശേഷം ആ ഒരു നോബ് ഉണ്ടല്ലോ, അത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ലൈറ്റിൻ്റെ ആ വയറും കൂടി നമ്മൾ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു വയറ് പ്ലഗ് പോയിന്റിൽ കുത്തി കഴിഞ്ഞാൽ ഒരു പവർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് നമ്മളുടെ മെഷീൻ ഓൺ ആവണത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളുള്ളൂ കേട്ടോ ഈ ഒരു മെഷീൻ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.